നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മനസ്സ് പലപ്പോഴും പല കാര്യങ്ങളും പറയാതെ പറയുന്നു എന്നുള്ളതാണ്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ തീരുമാനങ്ങളെക്കുറിച്ചോ അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനസ്സ് നമ്മളോട് പല കാര്യങ്ങളും പറയുന്നു എന്നത് വാസ്തവമാണ്. ചില സമയങ്ങളിൽ തിരിച്ചറിയാൻ സാധിക്കും എന്നതുപോലെ തന്നെ ചില സമയങ്ങളിൽ തിരിച്ചറിയുവാൻ സാധിക്കാത്തത് വിഷമതകൾക്ക് കാരണമായി തീരാം. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ മുൻപിലുള്ള ഈ രണ്ട് ചിത്രങ്ങൾ, വിളക്കുമായി ബന്ധപ്പെട്ട രണ്ട് ചിത്രങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആകർഷണം തോന്നിയ ചിത്രം അത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സ് പറയുവാൻ ആഗ്രഹിക്കുന്ന ചില രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചും ചില പ്രത്യേകമായ കാര്യങ്ങളെക്കുറിച്ചും ഈ പ്രവചനത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഏവരും മനസ്സിൽ ഒരു ദുഃഖം അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് തന്നെ ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് വിഷമതകൾക്കെല്ലാം പരിഹാരം ലഭിക്കണം, ഒഴിഞ്ഞു പോകണം എന്ന പ്രാർത്ഥനയോടെ രണ്ട് വിളക്കുകളിൽ ഒരു വിളക്ക് തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു വിളക്ക് തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. നിങ്ങളെ മനസ്സിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വീർപ്പുമുട്ടലുമായി ബന്ധപ്പെട്ട് ആ വിഷമതകളുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ വിളക്ക് തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഏവരും ഒരു നിമിഷം ഓം ക്രീം കാളി എന്നോ ഓം വജദ്ഭുവേ നമ എന്നോ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കാം എന്ന് കാണുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെ ആയിരിക്കണം എന്നില്ല. നടന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങളാകാം, അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളാകാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. തൊഴിൽ സംബന്ധമായ കാര്യമാകാം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഓഫർ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതാകാം. ധനപരമായി പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ധനപരമായ ഒരു സഹായം തേടിയെത്തുന്നതുമാകാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിഷമതകൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകാം എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതം ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ആത്മവിശ്വാസം നിങ്ങൾക്ക് അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതം പുതിയൊരു തലത്തിലേക്ക് മാറുന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ അധ്യായം. പല കാര്യങ്ങളിലും കൃത്യമായ അഭിപ്രായങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാറില്ല എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് ജീവിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഈ സമയം പല കാര്യങ്ങളും ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുൻപിൽ കാണുന്നതായ സാഹചര്യമുണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ വളർച്ചയിൽ പലരും അത്ഭുതപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. നിങ്ങളെ മനസ്സിലാക്കാത്ത വ്യക്തികൾ പോലും നിങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ അത്രമേൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമതകളുണ്ട് എങ്കിൽ അത്
പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത് ഏതെങ്കിലും വ്യക്തികളുമായുള്ള തർക്കങ്ങൾ, അത്തരം പ്രശ്നങ്ങളാകാം. വീട് പണി അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ വിഷമതകൾ, തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ, ബിസിനസ് സംബന്ധം, പഠിപ്പ്, ഇത്തരത്തിലെ ഏതൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹത്താൽ ചില ഒത്തുതീർപ്പ് അല്ലെങ്കിൽ തീർപ്പ്, പരിഹാരം ലഭിക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടിക്കിടക്കുന്നതായ വിഷയങ്ങൾ അത് അതിൻ്റെ വഴിക്ക് നീങ്ങുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ സമയം അവസരങ്ങളെ ധൈര്യപൂർവം നേരിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ധനപരമായി നോക്കുമ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂല കാര്യങ്ങൾ തേടി വരുന്നു എന്നുള്ളതാണ്. ചില സഹായങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ജീവിതം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഈ സമയം പല കാര്യങ്ങളിലും ഒരു തുക അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും സാമ്പത്തികപരമായ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പണം അല്ലെങ്കിൽ ഉപദേശങ്ങളാണ് എങ്കിലും, അവസരങ്ങളാണ് എങ്കിലും നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ കൂടെ ആരുമില്ല എന്നൊരു തോന്നലുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം പ്രപഞ്ചം നൽകുന്നതായ സൂചന അത് തീർച്ചയായും ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമാകുന്നു എന്നുള്ളതാണ്. ഈ സമയം സൗഹൃദങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വേദനിപ്പിച്ചിട്ടുള്ളതായ പല വ്യക്തികളും അകന്നു പോവുകയും മനസ്സിന് സന്തോഷം നൽകുന്ന, നിങ്ങളെ ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളോട് കൂടുതൽ അടുക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരാം. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ വിഷമിക്കാതെ ഈ സമയം മുന്നോട്ട് പോകണം എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾ വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല. പല കാര്യങ്ങളും ജീവിതത്തിൽ മാറുവാൻ തുടങ്ങുന്ന സാഹചര്യമുണ്ട്. ഒരു പുതിയ തുടക്കത്തിൻ്റെ ആരംഭമായി തന്നെ ഈ തിരഞ്ഞെടുപ്പിനെ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും തീർച്ചയായും. അപ്പോൾ ഈ സമയം ചില കാര്യങ്ങൾ അനുകൂലമാവുകയും മനസ്സിൽ വിചാരിച്ച ചില വിഷമതകൾക്ക് പരിഹാരങ്ങൾ വന്നു ചേരുകയും ക്രമേണയുള്ള മോചനം അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും ചെയ്യാം. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങൂ. രണ്ടാമത്തെ വിളക്കാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ഈ ഒരു ചിത്രത്തിലേക്ക്, വിളക്കിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൃത്യമായി പറയുകയാണ് എങ്കിൽ ശാന്തനായ സ്വഭാവം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആഴമുള്ള മനസ്സിൻ്റെ ഉടമകളാണ് എന്ന് പറയാം. പുറമേ നിന്ന് നോക്കുകയാണ് എങ്കിൽ അത്രമേൽ ശാന്തത അനുഭവപ്പെടും എങ്കിൽ പോലും പല കാര്യങ്ങളും മനസ്സിൽ ഒതുക്കി അടക്കി വച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. ഒരുപാട് രഹസ്യങ്ങൾ, വികാരങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറയാം. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്ത് കാര്യവും പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നവരാണ്. കുടുംബത്തിന് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഏതൊരു കാര്യവും ചെയ്യുവാൻ മടിയില്ലാത്തവരാണ് എന്ന് പറയാം. സഹായം അത്രമേൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് എന്ന് പറയാം. ഈ സമയം നിങ്ങൾ കൃത്യമായി പറയുകയാണ് എങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് അതിയായി ആഗ്രഹമുള്ളവരും മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകുന്നവരുമാണ്. വിഷമങ്ങൾ മറ്റുള്ളവരുടെ കേൾക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ആശ്വാസം കൃത്യമായി പകരുവാൻ സാധിക്കും. ഈ സമയം പ്രത്യേകമായ കഴിവ് എല്ലാ കാര്യങ്ങളിലും പ്രകടമാകാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ന്യൂനതകൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്.
പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ, വേണ്ടപ്പെട്ടവരെ അത്രമേൽ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ തിരികെ അത് ലഭിക്കാറുണ്ടോ? ഇല്ല എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും സഹായങ്ങൾ പോലും ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ എത്രമേൽ ആത്മാർത്ഥത കാണിച്ചാലും പലരിൽ നിന്നും പല കാര്യങ്ങളും തിരികെ ലഭിക്കാത്തത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും മറ്റുള്ളവരോട് എപ്രകാരം അല്ലെങ്കിൽ എത്തരത്തിൽ മുന്നോട്ട് പോകണം എന്ന് പോലും മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല എങ്കിൽ ഈ സമയം അത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. വിഷമതകൾ, പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ പോലും പുഞ്ചിരിയോടെ അവയെല്ലാം നേരിടുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കും. അനുഭവങ്ങൾ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. പെരുമാറ്റം അല്ലെങ്കിൽ പല വ്യക്തികളോടും നിങ്ങൾ പെരുമാറുന്നു എങ്കിലും, നല്ല രീതിയിൽ പെരുമാറുന്നു എങ്കിലും അവർ നിങ്ങളോട് അത്തരത്തിൽ പെരുമാറുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും വീണു പോയിട്ടുള്ള തിരിച്ചടികൾ നേരിട്ടിരിക്കുന്ന വ്യക്തികളാണ്. ധനപരമായാണ് എങ്കിലും മാനസികപരമായാണ് എങ്കിലും വളരെയധികം തളർന്നു പോയതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾ കുതിച്ചുയരുന്നതായ സാഹചര്യമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയരുന്നതായ സാഹചര്യം. ആർക്കും ദ്രോഹം ഉണ്ടാക്കരുത് എന്ന ചിന്തയോടെ, പ്രതിജ്ഞയോടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. പ്രതിസന്ധികളിൽ നിന്നും തിരികെ വരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇടപെട്ടിരിക്കുന്ന വ്യക്തികൾ ആരാണ് എങ്കിലും അവർക്ക് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നൽകുവാൻ സാധിക്കുന്നവരോ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോകുന്നവരോ ആകാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിൽ അത്രമേൽ സ്വാധീനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകാം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാലങ്ങളായി അകന്നു പോയിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അടുത്തു വരുന്ന സാഹചര്യമുണ്ട്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, ബന്ധുവാകാം, അല്ലെങ്കിൽ സുഹൃത്താകാം. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. പല നല്ല ഓർമ്മകളും നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും. ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ ദുഃഖങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂല കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. ഭാരം കുറയ്ക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി പല കാര്യങ്ങളിലും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും ഇനി വൈകരുത് എന്നൊരു തീരുമാനമുണ്ട് എന്ന് കാണുന്നു. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കാവുന്ന സാഹചര്യം. പല കാര്യങ്ങളും ധൈര്യത്തോടെ സംസാരിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആകർഷണ ശക്തി നിങ്ങൾക്കുണ്ടാകാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവോർജം വർദ്ധിക്കുകയും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പലരെയും ആകർഷിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോകുവാനും സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ ഒരു സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. പല ബന്ധങ്ങളും പുനഃസ്ഥാപിക്കുന്നതിനും മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനും സഹായകരമായി തീരാം. പല ഓർമ്മകളും നിങ്ങളിലേക്ക് തിരികെ വരുന്ന സമയമാണ്. കുടുംബത്തിൽ സമാധാനം പുലരാം. തെറ്റിദ്ധാരണകൾ പലതും വഴിമാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറം പകരുവാൻ പലരും കടന്നു വന്നു എന്ന് വരാം. ഈ സമയം ശുഭകരമായ മാറ്റങ്ങൾ, പുതിയ തുടക്കങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആന്തരികമായ ലോകത്തെയും ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുവാൻ സാധിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.